ആ നോയിനൊരു വലിയ ശക്തിയുണ്ട്, അവരുടെ ഒരു ചെറിയ നോയിനൊരു വലിയ ശക്തിയുണ്ട്, വലിയ ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് കുട്ടികളെ തന്നെ വിശ്വസിപ്പിക്കണം എന്നാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ മെയിൻ ഐഡിയ ബിഹൈൻഡ്. എൻ്റെ പേര് ശാലിനി ജേക്കബ്. ഞാൻ ഫോർത്ത് വേ ഫൗണ്ടേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ സൂപ്പർവൈസറാണ്. ഓൾസോ മോർ ദൻ ദാറ്റ് എനിക്ക് പറയാനുള്ള ആഗ്രഹം, ഞാൻ പ്രോജക്റ്റ് വേണ്ടയുടെ കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഫോർത്ത് വേ ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്നത്. പ്രോജക്റ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് എവറി ഡേ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നോ. സേ നോ. ഈ ഒരു കാര്യത്തിലും കുട്ടികളും യുവാക്കളും ഏറ്റവും എക്സസൈസ് ചെയ്യേണ്ട ഒരു ആക്ഷനാണ് വേണ്ടെന്ന് പറയാനായിട്ട്. പലപ്പോഴും ഇതിലകപ്പെട്ടു പോകുന്നത് കുട്ടികളെ ഫ്രണ്ട്സിൻ്റെ പ്രഷർ കാരണവും ഒക്കെയാണ്. അവർക്ക് ഒരു സിമ്പിളായിട്ട് വേണ്ട എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവരുടെ ജീവിതത്തിൽ വന്നു കയറുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഒരു സിമ്പിൾ വാക്ക് അവരെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കുട്ടികൾ തന്നെ അത് വേണ്ട എന്ന് പറയാൻ അവരെ എംപവർ ചെയ്യുക. അത് അവർക്ക് എങ്ങനെ അവരൊരു സർക്കംസ്റ്റാൻസസിൽ നിൽക്കുമ്പോൾ എങ്ങനെ അവർക്ക് വേണ്ടാന്ന് പറയാനായിട്ട് അവർക്ക് തന്നെ ഒരു ധൈര്യം കിട്ടുക എന്നൊക്കെ ഒന്ന് കുട്ടികളെ തന്നെ എംപവർ ചെയ്യാനായിട്ടായിരുന്നു ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം. No lofty ideas we had. It is simple ability for children to say no at the face of danger. Project Venda, actually it's a prevention focused pure led initiative. Pure led എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന യങ് പീപ്പിൾ തന്നെയാണ്, യുവാക്കൾ തന്നെയാണ്. കുട്ടികളോട് അവരുടെ ഏറ്റവും ഒരു സ്കൂൾ ഗോയിങ് കുട്ടിയെ സംബന്ധിച്ച് അവർ ഒരു കോളേജിൽ പോയി പഠിക്കുന്ന ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി പറയുന്ന വാക്കുകളിൽ അവർക്ക് ഒത്തിരി എന്താണെന്ന് വെച്ചാൽ അവർ അസ്പയർ ചെയ്ത് അവർ സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ കയറാനായിട്ട്, ആ കോളേജ് കുമാരന്മാരാകാനായിട്ട് ദർ ഓൾ വെരി ഈഗർ. സോ അങ്ങനെ ഒരു ചേച്ചിയും ചേട്ടനും അവരോട് വന്ന് പറയുമ്പോൾ നമ്മളൊരു തലനരച്ചയുള്ള ഒരു ടീച്ചറിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് പറയുന്നതിനെക്കാട്ടും ഭയങ്കര ഇമ്പാക്റ്റ് അതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ we use young people to talk to children. So prevention is led by peers of the children. അതാണ് നമ്മുടെ മെയിൻ യുണീക്നെസ് ഓഫ് പ്രോജക്റ്റ് വേണ്ട. The young people become advocates of prevention, drug abuse prevention. പിന്നീട് നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ്, ആ എംപവർ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ടീച്ചേഴ്സിനെയും നമ്മൾ സെൻസിറ്റൈസ് ചെയ്യും. ഒരു ക്ലാസ് റൂമിൽ വരുമ്പോൾ എങ്ങനെ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു കുട്ടി ഇത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ സാധ്യതകളുണ്ടോ, അത് ആ കുട്ടി അങ്ങനത്തെ ഒരു എൻവയറമെൻറ്റിൽ നിന്നാണോ വരുന്നത്, അതങ്ങനെ വരുവാണെങ്കിൽ എങ്ങനെ ഈ കുട്ടിയെ നമ്മൾ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു ഏറ്റവും നല്ല രീതിയിൽ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി രീതിയിൽ ചൈൽഡ് ഫസ്റ്റ് അപ്രോച്ചിൽ എങ്ങനെ ആ കുട്ടികളെ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റും എന്ന് ടീച്ചേഴ്സിനെ സെൻസിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ടീച്ചർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം. അതുപോലെ തന്നെ ആ SCP, അതായത് സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത കുട്ടികളെ മാതാപിതാക്കളെയും നമ്മൾ ഒരു പോസിറ്റീവ് പേരൻറ്റിംഗ് വർക്ക്ഷോപ്പിലൂടെ നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അത് വി ടെൽ ദ പേരൻസ്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ വളർത്തുന്ന രീതിയിൽ തന്നെ ഹൗ വി ക്യാൻ ഇച്ചിരി ചേഞ്ചസ് വരുത്തിയാൽ എങ്ങനെ നിങ്ങളുടെ വീടുകളിൽ ഒരു പോസിറ്റീവ് എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം അമംഗ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ. അതുകൊണ്ട് കുട്ടികൾ തന്നെ ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരു വേദി വീടുകളിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പോസിറ്റീവ് പേരൻറ്റിംഗ് സെഷൻ നമ്മൾ പേരൻസിന് കൊടുക്കും. നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് സബ്സ്റ്റൻസിനോട് വേണ്ട, അത് ഡ്രഗ്സിനോട് വേണ്ട എന്ന് പറയുമ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ബദലായിട്ട് എന്തും വാട്ട് ഈസ് ദി ഓൾട്ടർനേറ്റീവ് ടു ദ ഹൈ ദേ ഗെറ്റ് ഫ്രം സബ്സ്റ്റൻസസ് ദാറ്റ്. സോ വി ടെൽ ദെം the games, the sports, the arts, the theatre, the music, all this is also giving you an equally or a better high. സോ ആ ഓരോ കുട്ടിക്കും നമ്മളൊരു ഡയറക്ഷൻ കാണിക്കുക. ഇവരോട് ഇതെന്തെങ്കിലും വേണ്ട എന്ന് പറയുമ്പോൾ എന്തിനോട് വേണം എന്ന് പറയാനായിട്ട് അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് എൻജോയബിളായിട്ട് സോഷ്യലി എൻജോയബിളായിട്ട് ഇവരുടെ എല്ലാ ബോഡി മൊത്തം എൻഗേജ് ചെയ്ത്, ഇവരുടെ മനസ്സിനെ എൻഗേജ് ചെയ്ത്, ഇവരുടെ ക്രിയേറ്റിവിറ്റിയെ ചാനലൈസ് ചെയ്ത്
ഇവർക്ക് എങ്ങനെ ഒരു ഹൈ കിട്ടാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഓൾട്ടർനേറ്റീവ് പെർസ്യൂട്ട്സ് പ്രോഗ്രാം. അത് ഞങ്ങൾ മെയിൻലി വി യൂസ് സ്പോർട്സ് ദർ ബിക്കോസ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫുൾ ബോഡീനെ എൻഗേജ് ചെയ്യും, മൈൻഡിനെ എൻഗേജ് ചെയ്യും. ദ ക്രിയേറ്റ് ഫ്രണ്ട്ഷിപ്സ് ഇൻ ദ സ്പോർട്സ് ഫീൽഡ്. അത് ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ട ലൈഫ് സ്കിൽസ് ചിലപ്പോൾ ഒരു ഫുട്ബോൾ ഗെയിമിൽ നിന്ന് പഠിക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻസ്, അതായത് ആ സ്കൂളിരിക്കുന്ന കമ്മ്യൂണിറ്റി എങ്ങനെ ആ കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ ആ ഏരിയ മൊത്തം സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ദ വില്ലേജസ് ഇൻ കേരള, കമ്മ്യൂണിറ്റീസ് ആർ വെരി സ്ട്രോങ്. അവരെ ഒന്ന് റീഓറിയൻറ്റ് ചെയ്യുക കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ പ്രോഗ്രാമിലൂടെ. പ്രോജക്റ്റ് വേണ്ട ആ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിച്ചെന്ന് ആ കമ്മ്യൂണിറ്റിയിലുള്ള അവരുടെ സ്ട്രെങ്സ് അവരെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്, സോ അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിച്ച് ഹൗ യു ക്യാൻ സേഫ് ഗാർഡ് യുവർ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ അവരെ വെറുതെ ഒന്ന് നഡ്ജ് ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് വി ആർ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ടെലിംഗ് ദം ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഇൻസ്റ്റെഡ് വി ആർ ടെലിംഗ് ദം, വി ആർ മേക്കിംഗ് ദ കമ്മ്യൂണിറ്റി അവെയർ ഓഫ് ദെയർ ഓൺ സ്ട്രെങ്ത് ആൻഡ് ഹൗ ദേ കൻ ഇംപ്രൂവ് ഓൺ ഇറ്റ്. അതാണ് ഈ കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ ഫോർത്ത് വേ ഫൗണ്ടേഷൻ ആൻഡ് ഇറ്റ് ഇസ് ദിസ് മേക്സ് ഇറ്റ് ദി കമ്മ്യൂണിറ്റി ടേക്സ് ഓണർഷിപ്പ് ഓഫ് ദ പ്രോബ്ലം and they are accountable to the children and they feel responsible for their children. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിറ്റി തന്നെ ഏറ്റെടുക്കുമ്പോൾ ഈ എല്ലാ ഇൻ്റർവെൻഷൻസും സസ്റ്റൈനബിൾ ആവും. ഇപ്പം ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റി കയറി ചെന്ന് അവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാനല്ല. നമ്മൾ അവരെ ഒരു കമ്മ്യൂണിറ്റിയിൽ എംപവർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ജോലി കഴിഞ്ഞെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി. The community has to work on its own. That is how Fourth Way Foundation does all its projects and Project Vendor also. That is how we go about doing our community interventions program. എല്ലാ കുട്ടികളിലും നന്മയുണ്ട്. ആ നന്മ ബ്ലോസം ചെയ്യാനായിട്ട്, ആ നന്മ പുറത്തോട്ട് വരാനായിട്ടൊരു സേഫ് സ്പേസാണ് കുട്ടികൾക്ക് ആവശ്യം. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്പോർട്സ് ഫീൽഡിലാകട്ടെ, ഫുട്ബോൾ ഗ്രൗണ്ടിലാകട്ടെ, ക്ലാസ് റൂംസിലാകട്ടെ, വീടുകളിലാകട്ടെ, ചിലപ്പോൾ കോറിഡോഴ്സിലായിരിക്കും, എവിടെയാകട്ടെ നമ്മുടെ ജീവിതങ്ങൾ മാറി മറിയുന്ന ഒരു എക്സ്പീരിയൻസ്. ദാറ്റ് ഈസ് ഓൾവേസ് ബിൻ എന്താ പറയുക ടച്ചിങ് ഫോർ മീ.